ക്രാഫ്റ്റ് ടീച്ചറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ടീച്ചർ ശ്രീമതി റീന മാർട്ടിനാണ്. വളരെ വ്യത്യസ്തമായ ഒരു നിപ്പ് പെയിന്റിംഗ് ആണ് ഇന്ന് ശ്രീമതി റീന നമുക്കായി പരിചയപ്പെടുത്തുന്നത്. ചേച്ചി നമസ്കാരം. ഇപ്പം നിപ്പ് പെയിന്റിംഗ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പേനയുടെ നിബ്ബാണോ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? നിബ്ബല്ല, നമ്മൾ അതിന് വേണ്ടി തന്നെ നമുക്ക് നിബ്ബ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത് ഓയിൽ പെയിന്റിംഗ് ആണ് യൂസ് ചെയ്യണത്. ഓയിൽ പെയിന്റ് യൂസ് ചെയ്യും. പിന്നെ അതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ബോർഡാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ കൊറിയൻ വെൽവെറ്റ് ഹാർഡ് ബോർഡിൽ എടുക്കുകയാണ്. നമുക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ സെലക്ട് ചെയ്യാം. ഫ്ലവേഴ്സ് അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, ബേർഡ്സ്, ക്യാറ്റ്, എന്താണെങ്കിലും സീനറി ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കോപ്പി എടുക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ പെയിന്റിങ്ങിനും എടുക്കുന്ന പോലെ തന്നെ കാർബൺ പേപ്പർ, യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് മാത്രം യൂസ് ചെയ്യുക. ബ്ലൂ അതൊന്നും പറ്റില്ല നമുക്ക് ഇതിനകത്ത്, ബ്ലാക്ക് അല്ലേ. അപ്പോൾ നമ്മൾ കാർബൺ പേപ്പർ ഇങ്ങനെ വെച്ച് ഡിസൈൻ വെച്ചിട്ടാണ് ട്രേസ് എടുക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും, നമുക്കിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഏത് കളറാണെങ്കിലും അതെടുത്തിട്ട് നമ്മളതിൽ വൈറ്റ് മിക്സ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത് ഇത്തിരി ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ശകലം വൈറ്റ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. അതെല്ലാം ഇപ്പോൾ റെഡ് ആണ്, യെല്ലോ ഒക്കെ ആണെങ്കിൽ വൈറ്റ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. അപ്പോൾ നമ്മൾ 3 കളേഴ്സ് റെഡിയാക്കി വയ്ക്കും. പിന്നെ ഒന്നെടുക്കുമ്പോഴത്തേക്കും അതുപോലെ വൈറ്റ് കൂടുതലിട്ട് നമ്മളെടുക്കും. ഇതിനകത്ത് ഞാൻ ശകലം വൈറ്റിട്ട് അതൊന്ന് ചെറുതായിട്ട് ഷെയ്ഡ്സ് വേണം. അപ്പോൾ 3 നമ്മൾ കൂടുതലായിട്ടും 3 എടുത്താൽ മതി. വല്ലാണ്ട് വലിയ പെറ്റൽസ് ആണെങ്കിൽ ഒരു 4 ഷെയ്ഡ് എടുക്കാം. അപ്പം അത് ആ കളറ് ആ ഷെയ്ഡ് അനുസരിച്ച് വൈറ്റ് ആക്കി അങ്ങ് കൊണ്ടുവരിക ചെയ്യണം. എന്നിട്ട് നമ്മൾ പിന്നെ ഓരോ കളേഴ്സിനും ഓരോ ബ്രഷ് യൂസ് ചെയ്യാനാണ് നല്ലത്. എപ്പോഴും 3 ബ്രഷ് തന്നെ എടുത്ത് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഏകദേശം നമുക്ക് ഈ കളർ ഒന്ന് കിട്ടി. കളേഴ്സ് ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്തെടുത്തോളം. വൈറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കിട്ടി നമുക്ക്. ലൈറ്റ് ഷെയ്ഡ് ലൈലാക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വൈറ്റ് മതി. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു കളർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൈറ്റ് എടുത്ത് അതിനെ അങ്ങ് ആ ഷെയ്ഡ് പെറ്റൽസ് വലുതാവണ പെറ്റൽസിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 4 ഷെയ്ഡ് എടുക്കാം. പിന്നെ ഇത് ചെയ്യുന്നത് ഏറ്റവും അറ്റത്തായിട്ട് നമ്മൾ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഡാർക്ക് കളർ അങ്ങ് കൊടുക്കും. പിന്നെ നമ്മൾ സാധാരണ ഓയിൽ പെയിന്റ് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് തിക്കായിട്ട് കൊടുക്കണം. ഇത് ഉണങ്ങാൻ നല്ല താമസം വരും. ഏകദേശം നമ്മൾ ചെയ്ത് കഴിഞ്ഞ 1 മാസം വരെ നമ്മളിത് സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഫ്രെയിം ചെയ്യാൻ കൊടുക്കുള്ളൂ. കാരണം അത്ര തിക്കായിട്ട് ഇടുന്നുണ്ട്. സാധാരണ ഓയിൽ പെയിന്റ് പതുക്കെ ഡ്രൈ ആവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തിക്കായിട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കളർ ഇട്ട് കഴിഞ്ഞ് അടുത്ത കളർ എടുക്കാം. അടുത്ത കളറിന് അടുത്ത ബ്രഷ് എടുത്തിട്ട് അതേ തിക്നെസ് ഒരേപോലെ വേണം കേട്ടോ. ഇപ്പോൾ 2 കളർ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു പെറ്റലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും ആ ഒരു പെറ്റലിന് നമ്മളത് 3 ആക്കി എടുത്ത് അവിടെ വൈറ്റ് തന്നെ ബോർഡറിൽ വൈറ്റ് ആക്കി അല്ലേ, വൈറ്റ് കൊടുക്കും. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പെറ്റലിൻ്റെ അതേ ഷേപ്പിലേക്ക് നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് തന്നെ ആ ഷേപ്പിലാക്കി എടുക്കണം. അവിടെ പെറ്റലിൻ്റെ അറ്റത്ത് ശരിക്കും ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവില്ല, അതാക്കിയെടുക്കും. അപ്പോൾ നമ്മളിതിപ്പോൾ ചെറിയ പെറ്റലായതുകൊണ്ട് നമ്മളിത് ബ്ലെൻഡിങ് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് വലിയ പെറ്റലാണെങ്കിൽ നമ്മൾ പതുക്കെ ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കും. അല്ലെങ്കിൽ അത് അത്രയും ആ ഷെയ്ഡിങ്ങും ഭംഗിയായിട്ട് വരും. ഇപ്പോൾ ചെറിയ ചെറിയ പെറ്റൽസ് മുഴുവൻ നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി. ഇത്രേ ഉള്ളൂ. ഇത് ഭയങ്കര ഈസിയാണ്. ആ മിക്സിങ് അറിഞ്ഞിരിക്കുക. പിന്നെ നിബ്ബ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇനി പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പെയിൻറ്റിങ് ജസ്റ്റ് ഇതിനെ ചെയ്തിട്ടേ ഉള്ളൂ. പെയിൻറ്റ് ചെയ്തിട്ടില്ല, പെയിൻറ്റ് അതിൽ വെച്ചിട്ടേ ഉള്ളൂ. ഇനി നിബ്ബ് വെച്ചിട്ടാണ് അതിന് ആ പെയിൻറ്റിങ് ഭംഗിയാക്കാൻ പോകുന്നത്. നമ്മൾ കയ്യിൽ എപ്പോഴും ഒരു തുണി അല്ലെങ്കിൽ ടിഷ്യൂ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോഴും ഇതിങ്ങനെ വൈറ്റിലേക്ക് വരുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ച് അപ്പം തന്നെ ഇങ്ങോട്ട് വെക്കുമ്പോൾ ആ വൈറ്റ് അവിടെ ആകും. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇതിനൊന്ന് തുടച്ചു കൊടുക്കണം. അതാണ് ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ അത് സ്ട്രോക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും അത് നല്ല ഡീപ്പായിട്ട് തന്നെ പോകും. കാരണം നമ്മൾ അത്രയും തിക്കായിട്ട് നിബ്ബ് ഓയിൽ പെയിന്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അത്ര ഡീപ്പായിട്ട് തന്നെ അതിലേക്ക് വരുന്നുണ്ട്. അത് പെയിന്റ് കുറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അന്നേരം രണ്ടാമതൊന്നും കൂടെ പെയിന്റ് ഇട്ടിട്ടേ ചെയ്യാവൂ. കാരണം അല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇത് ഉണങ്ങുമ്പോൾ കുറച്ചും കൂടി അത് ഇങ്ങനെ തിന്നായിട്ട് പോകും. സ്ട്രോക്സ് ഇടുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ടിയിൽ നമ്മൾ ഓയിൽ പെയിന്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് സ്ട്രോക്സ് നന്നായിട്ട് വീഴുകയും ചെയ്യും. അപ്പോൾ അത് ഓരോ തവണ സ്ട്രോക്ക് വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുടയ്ക്കുക, നിബിൻ്റെ അറ്റം ഒന്ന് തുടച്ചിട്ട് മാത്രം അടുത്ത സ്ട്രോക്ക് ഇടുക. ഈ ഒരു ലെവലിൽ 1 മാസം വെച്ചിരിക്കണം. 1 മാസം വെക്കും. പിന്നെ നമ്മൾ ലീഫ് ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസപ്പെടുത്തി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഷെയ്ഡിങ്ങിന് വ്യത്യാസം വരുന്നത് ആദ്യം തന്നെ നമ്മൾ യെല്ലോയും ഗ്രീനും ആയിരിക്കും മെയിനായിട്ട് ലീവ്സിന് കൊടുക്കുക. മിക്സ് ചെയ്തല്ല, നമ്മൾ ആദ്യം തന്നെ
അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ എടുത്ത് ഒന്ന് മിക്സ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് യെല്ലോ പ്ലെയിൻ ആയിട്ട് ഓക്കെ. കൊടുക്കാം. ഇപ്പോൾ ലീവ്സിനാണ് ഷെയ്ഡ് ചെയ്യുന്നത്. നമ്മൾ വേറെ ബ്രഷ് എടുത്ത്, ബ്രഷ് എപ്പോഴും മാറ്റി മാറ്റി എടുക്കണം കേട്ടോ. ഓരോ കളേഴ്സിനും ഓരോ ബ്രഷ് എടുക്കണം. നമ്മൾ ഗ്രീൻ കൊടുക്കുന്നത് സാപ്പ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. സാപ്പ് ഗ്രീനോ അല്ലെങ്കിൽ വെർഡിയൻ ഗ്രീനോ ഏതാണെങ്കിലും കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അതുപോലെ യെല്ലോ ആണെങ്കിലും നമുക്ക് ലെമൺ യെല്ലോ, കാഡ്മിയം യെല്ലോ ഇത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രീൻ കൊടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഒരു മാസം ഇതൊന്ന് ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യും. പക്ഷെ കുറച്ച് സമയം എടുത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. നമ്മൾ വീട്ടിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നീറ്റായിട്ട് ഫ്രെയിം ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇത് ഫ്രെയിം ചെയ്ത നിപ്പ് പെയിന്റിങ്സ് നമുക്ക് കണ്ടുവെക്കാം. ഇതാ നല്ല രസമാണ്. നല്ല ഭംഗിയാണ്. അപ്പോൾ നിബ് പെയിൻറ്റിങ് പെട്ടെന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും പേനയുടെ നിബ് വെച്ചിട്ടാണ്. നിബ് ഇത് വാങ്ങിക്കാൻ കിട്ടും, ഈ സ്ട്രോക്സ് ഇടാനുള്ളത് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി, നല്ല ക്രാഫ്റ്റാണ്, നല്ല അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ നിബ് പെയിൻറ്റിംഗ് എന്ന് പറയുന്ന ഈ ക്രാഫ്റ്റ് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇൻറ്റീരിയേഴ്സ് മനോഹരമാക്കാൻ നല്ലൊരു പെയിൻറ്റിംഗ് ആണിത്. അതുപോലെ തന്നെ ഇനി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതും ആവാം. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളാണ് ഈ ക്രാഫ്റ്റ് കൊണ്ടുള്ളത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ മനോഹരമായ മറ്റൊരു ക്രാഫ്റ്റുമായിട്ട് വീണ്ടും ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ വേറൊരു എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കുക. സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.